ഹലോ ആൻഡ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഓട്ടോമോട്ടീവ്. നമ്മുടെ വൈപ്പർ ബ്ലേഡ്സ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഈവൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ വ്യൂവേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ വളരെ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടതിലും വീഡിയോ ഉപകാരപ്രദമായാലും വളരെയധികം സന്തോഷം. ഇന്ന് നമുക്ക് 6x9 സ്പീക്കേഴ്സ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീക്കർ വയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ റണ്ണിങ് ബോർഡിലുള്ള ഈ പ്ലാസ്റ്റിക് പാനൽസിൽ അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം അഴിച്ചു മാറ്റാം. അപ്പോൾ നമ്മൾ ബാക്ക് ഡോറിലുള്ള സ്പീക്കറിൽ നിന്നാണ് നമ്മളതിൻ്റെ ഓഡിയോ സിഗ്നൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബി പില്ലറും കൂടെ അഴിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ബാക്ക് ഡോറിലേക്ക് നമ്മുടെ ഓഡിയോ വയേഴ്സ് പോകുന്നത്, സ്പീക്കറിലേക്ക് പോകുന്ന വയേഴ്സ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബി പില്ലറിലുള്ള ട്രിം ഞാനിവിടെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ബി പില്ലറിൻ്റെ ട്രിം അഴിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീക്കറിലേക്ക് പോകുന്ന വയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ സ്പീക്കർ വയേഴ്സ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, നമ്മുടെ കാറിൻ്റെ റിയർ സ്പീക്കറിലേക്ക് പോകുന്ന വയറിൻ്റെ കളർ എന്താണെന്ന് നോക്കുക. അതല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ബാക്കിയുള്ള വയേഴ്സിനെക്കാട്ടി ഗേജ് കുറവായിരിക്കും വയറിന്. ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഡോറിൻ്റെ ഉള്ളിലേക്ക് പോയേക്കുന്ന വയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള വയേഴ്സിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ ഗേജ് കുറവായിരിക്കും, കട്ടി കുറവായിരിക്കും വയേഴ്സിന്. പവർ വിൻഡോ, സെൻട്രൽ ലോക്കിങ്ങിനെക്കാട്ടിലൊക്കെ കട്ടി കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഈ വയേഴ്സ് ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, സിഗ്നൽ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ വയേഴ്സ് നമുക്ക് ബൂട്ടിലോട്ട്, നമ്മുടെ ഡിക്കിയിലോട്ട് നമുക്ക് റൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വയേഴ്സ് ഞാനിവിടെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഞാൻ പതുക്കെ ഈ ട്രിമ്മിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ബൂട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ബൂട്ടിലേക്ക് നിങ്ങൾ ബോക്സിലല്ല സ്പീക്കർ ഫിക്സ് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മുടെ ചില ആൾക്കാർ നമ്മുടെ ഈ ലഗേജ് ട്രെയിൽ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോക്സിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാനലെല്ലാം നമുക്കൊന്ന് റീഫിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെയുള്ള നമ്മുടെ റബ്ബർ ബീഡിങ് എല്ലാം കറക്റ്റായിട്ട് തിരിച്ച് റീസീൽ ചെയ്യാം, റീഫിറ്റ് ചെയ്ത് വെക്കാം. പാനൽസ് റീഫിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലും സ്ക്രൂസ് ഇടാനുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ഓർത്ത് ഇടുക. അപ്പോൾ നമ്മുടെ ഡ്രൈവർ സൈഡിലെ വയറിംഗ് എല്ലാം കഴിഞ്ഞ് സ്പീക്കർ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാസഞ്ചർ സൈഡിൽ കൂടെ നോക്കാം. ഈ ട്രിംസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ട്രിംസ് എല്ലാം നമുക്ക് അഴിച്ച് മാറ്റണം. നമ്മുടെ ഈ ബി പില്ലർ, ഈ ബാക്കിലേക്കുള്ള ട്രിമ്മ്, കൂടാതെ നമ്മുടെ ഈ ഫ്രണ്ട് ഡോറിലുള്ള റണ്ണിങ് ബോർഡിലുള്ള പ്ലാസ്റ്റിക് ട്രിം നമുക്ക് അഴിച്ച് മാറ്റണം. അത് അഴിച്ചാൽ മാത്രമേ നമുക്ക് ബി പില്ലർ അഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള വയേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഗേജ് കൂടി, അതായത് നമ്മുടെ പവർ വിൻഡോയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ലോക്കിലേക്ക് പോകുന്ന കുറച്ച് ഗേജ് കൂടിയ വയേഴ്സ് ആയിരിക്കും. ഈ വയേഴ്സ് വളരെ തിന്നാണ്, നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഞാൻ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡിക്കിയിലേക്ക് റൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനൽസ് എല്ലാം നമുക്ക് റീഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് എൻജോയ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയൊരു വീഡിയോ സീരീസ് വരുന്നുണ്ട്, പ്രോജക്റ്റ് പൾസർ മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ചങ്ക് വണ്ടിയാണ് പൾസർ. നമ്മൾ ജോലി സംബന്ധമായിട്ടും ഒക്കെ വീട് വിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പൾസറോട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളായിട്ട് പൾസർ വർക്കിംഗ് അല്ല. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് റോഡിലിറക്കുന്ന ആ ഒരു സീരീസാണ് വരുന്നത്. അപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈക്കിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ പൾസറിൻ്റെ ടെസ്റ്റും കൂടെയാണ്. ഇപ്പോൾ ടെസ്റ്റിന് നമ്മൾ വണ്ടി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, വണ്ടി അവിടെ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ക്ലീൻ ആക്കേണ്ടതുണ്ട്. ഒരുപാട് പാർട്സ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് വേണം അത് ടെസ്റ്റിൽ പാസ്സാക്കി എടുക്കാൻ. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ